നമുക്ക് തുടങ്ങാം. എല്ലാവരെയും ഈ സ്പെഷ്യൽ മെഡിറ്റേഷനിലേക്ക്, മാജിക് കോയിൻ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എവരിവൺസ് വെൽക്കം ടു ദ മാജിക് കോയിൻ മെഡിറ്റേഷൻ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ജീവിതത്തിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരേണ്ട ധനപരമായിട്ടുള്ള വെൽത്ത് ആയിട്ടുള്ള സമ്പത്ത് ആവശ്യത്തിനുള്ള ഒരു മിറാക്കിൾ മെഡിറ്റേഷനാണ്. ഇത് എന്നും ചെയ്യേണ്ട മെഡിറ്റേഷൻ അല്ല എന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിച്ചോളെ. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യം ലഭിക്കാനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷനാണിത്. ഇവിടെ മെഡിറ്റേഷനിൽ സംഭവിക്കുന്നത് പൂർണ്ണമായും നിങ്ങളുടെ ഫോക്കസ്, ശ്രദ്ധ എവിടെയാണോ ഉള്ളത് അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. വേർ യു ഫോക്കസ് ദാറ്റ് വിൽ ഹാപ്പൻ യുവർ ലൈഫ്. അപ്പോൾ അത്രയും ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നിങ്ങൾ അതിന് പൂർണ്ണമായി ഫോക്കസ് ചെയ്ത് ഈ ഒരു 25 to 30 മിനിറ്റ്സ് നേരെ ഇരിക്കണം. നിങ്ങളുടെ കയ്യിൽ ഒരു കോയിൻ ഉണ്ടാവണം. അത് സിൽവർ ആവാം, ബ്രോൺസ് ആവാം, ഗോൾഡ് ആവാം, അല്ലെങ്കിൽ സ്റ്റീൽ ആവാം. എന്ത് മെറ്റീരിയൽ ആയാലും കുഴപ്പമില്ല. ദാറ്റ്സ് ജസ്റ്റ് എ കോയിൻ. ആ കോയിൻ നിങ്ങൾ കയ്യിൽ നിങ്ങൾ മെഡിറ്റേഷൻ ആദ്യ ഭാഗത്ത് കയ്യിൽ നിങ്ങൾ ചിന്മുദ്രയിൽ പിടിക്കുമ്പോൾ ചിന്മുദ്രയിലെ 2 വിരലുകൾക്കിടയിൽ ഈ സാധനം പിടിക്കുക. ഇത് നമ്മൾ മെഡിറ്റേഷനിൽ പൂർണ്ണമായി എനർജൈസ് ചെയ്യും. ആ എനർജൈസ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് പാർട്ടിലാകുമ്പോൾ ഞാൻ നിങ്ങളുടെ നെറ്റിയിലേക്ക് ഇത് വെക്കാൻ വേണ്ടി പറയും. അപ്പോൾ നെറ്റിയിൽ മുകളിൽ ഇത് വെക്കുക. വീണു പോകും എന്ന് തോന്നുന്നവർ അവിടെ പതുക്കെ ഒന്ന് തൊട്ട് വെക്കുക. ബലം കൊടുക്കരുത്. കംപ്ലീറ്റ് ജസ്റ്റ് അവിടെ ഒന്ന് നെറ്റിയിൽ തൊട്ട് അങ്ങനെ ഇരിക്കുക. ഇനി അഥവാ ആർക്കെങ്കിലും തോന്നുകയാണ് അങ്ങനെ മെഡിറ്റേഷൻ സമയത്ത് കൈ അത്രയും സമയം പിടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഇവിടെ വെച്ചിട്ട് കിടക്കാൻ പറ്റും. എന്ന് അവര് ജസ്റ്റ് കിടക്കുന്ന സമയം, അല്ലെങ്കിൽ ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഇരുന്നും ചെയ്യാം, കിടന്നും ചെയ്യാം. അപ്പൊ അങ്ങനെ തോന്നുന്നവർക്ക് അവിടെ ജസ്റ്റ് കിടന്നാലും മതി, അതവിടെ നിൽക്കും. അവിടെ നിങ്ങൾക്ക് വല്ലാതെ വിമിഷ്ടമുണ്ടാവും ചില സമയത്ത്. ചിലവർക്ക് ഒരു കുഴപ്പമില്ല, അതങ്ങ് സഹിച്ചോളുക. അത്രയും ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നുവോ അത്രയും അവിടെ വൈബ്രേഷൻ ഉണ്ടാകും. അവിടെ മോശമല്ല ഉണ്ടാവുക. നിങ്ങൾ എത്ര കണ്ട് ഫോക്കസ്ഡ് ആണ് അത്രയും ആ കോയിനിലേക്ക് വൈബ്രേഷൻ ഉണ്ടാവും. ആദ്യം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കോയിൻ നന്നായി ചൂടാകും. ആ ചൂടോടെ എടുത്തിട്ടാണ് നിങ്ങൾ നെറ്റിയുടെ മുകളിൽ വെക്കുന്നത്. വെച്ച് കഴിയുന്നത് അവിടെ നല്ല കുറച്ചു നേരം വെക്കുമ്പോൾ എത്രത്തോളം ഏകാഗ്രതയാകുന്നുവോ അത്രത്തോളം അവിടെ വൈബ്രേഷൻസ് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അത് ചിലപ്പോൾ ചലിച്ച് അനങ്ങി പോകുന്നതായിട്ടൊക്കെ തോന്നും. കുഴപ്പമില്ല, അവിടെ എങ്ങനെ ഇരിക്കുക. അപ്പൊ അത് പൂർണ്ണമായി നിങ്ങൾ ചെയ്യുന്നത് ഏത് കാര്യത്തിലേക്കാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ കാര്യത്തിലേക്കുള്ള എനർജി ഈ കോയിനിലേക്ക് നിറയും. യൂണിവേഴ്സൽ ആയിട്ടുള്ള എനർജി അവിടേക്ക് നിറക്കുന്നു. പിന്നെ നമ്മൾ ആ കോയിൻ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുമ്പോഴൊക്കെ നമ്മുടെ പ്രാണ സ്റ്റോൺ ചെയ്യുന്നതിന്റെ മറ്റൊരു രൂപമാണിത്. ഇത് സമ്പത്തിനെ മാത്രം ആകർഷിക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾ പൂർണ്ണമായിട്ടും ഇതിലേക്ക് നിങ്ങൾ ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് ഇരിക്കുക. ഓക്കെ, എല്ലാം റെഡി ആണല്ലോ അല്ലെ? കോയിൻസ് കയ്യിലെടുത്തിട്ട് ഈ കോയിൻ പറഞ്ഞിരുന്നു അതിന് മുമ്പേ തന്നെ. കോയിൻ നിങ്ങൾ കൃത്യമായി നല്ല ഉപ്പ് വെള്ളത്തിലൊക്കെ കഴുകി നല്ല നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് കൃത്യമായി കയ്യിൽ വെക്കണം എന്ന് പറഞ്ഞിരുന്നു. ലെറ്റ് സ്റ്റാർട്ട് ദ മെഡിറ്റേഷൻ. എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുക. കോയിൻ കയ്യിൽ പിടിച്ചോളുക. ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഉറങ്ങാൻ പാടില്ല. മെഡിറ്റേഷൻ മ്യൂസിക് കേൾക്കുമ്പോൾ ഉറക്കം പൊതുവെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉറങ്ങുന്നത് പൊതുവെ ഒഴിവാക്കുക. എന്തെങ്കിലും ഉറക്കം വരുന്നതിന് ജസ്റ്റ് മൂവ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങളുടെ ശ്രദ്ധ മാത്രമാണ് ഇവിടെ പ്രാധാന്യം, ബോഡി അല്ല. എവിടെ ശ്രദ്ധിക്കുന്നു എന്ന് മാത്രമാണ് പ്രാധാന്യം. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റോളൂ, ജസ്റ്റ് മൂവ് ചെയ്തോളൂ, നോ പ്രോബ്ലം. ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോയിന്റെ ഫോക്കസോ വൈബ്രേഷനോ കിട്ടില്ല. ഓക്കെ, ജസ്റ്റ് കൈ പിടിച്ചോളൂ. സ്റ്റാർട്ട് നൗ. സ്വസ്ഥമായിരിക്കുക. സിറ്റ് കംഫർട്ടബിളി. എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അവിടെ സ്വസ്ഥമാകുക എന്ന് മാത്രമാണ് ഉദ്ദേശമുള്ളത്. വേർ യു സിറ്റ് ഓർ
നിങ്ങൾ ഇരിക്കുക, കിടക്കുക, എന്താണോ അവിടെ സ്വസ്ഥമായി തന്നെ ഇരിക്കുക. സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ബോഡി മുഴുവൻ റിലാക്സ് ആവാൻ തയ്യാറാവുകയാണ്. ശ്വാസോച്ഛ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ഫോക്കസ് ഓൺ എ ബ്രെത്ത്. ദീർഘമായ ശ്വാസോച്ഛ്വാസം നടക്കട്ടെ. ദീർഘമായ ശ്വാസോച്ഛ്വാസം നടക്കട്ടെ. ദീർഘമായ ശ്വാസോച്ഛ്വാസം നടക്കട്ടെ. ശരീരം പൂർണ്ണമായും റിലാക്സ് ആക്കുക. തോളുകൾ അയച്ചിടുക. കൈകൾ മടിയിൽ മലർത്തി വെച്ച് അതിലൊരു കൈയിൽ നിങ്ങളുടെ സമൃദ്ധിയുടെ നാണയം സുരക്ഷിതമായി ഇരിപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പതുക്കെ ശ്വാസോച്ഛ്വാസം നടക്കട്ടെ. ഒരു ദീർഘശ്വാസം അകത്തോട്ടെടുക്കുക. ദീർഘമായി തന്നെ അകത്തോട്ടെടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. വീണ്ടും ദീർഘമായ ശ്വാസം അകത്തോട്ടെടുക്കുമ്പോൾ നിങ്ങളിൽ സമാധാനവും സന്തോഷവും ഒഴുകിയെത്തുന്നതായി സങ്കല്പിക്കുക. പുറത്തോട്ട് വിടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അടഞ്ഞുകൂടിയ എല്ലാ പിരിമുറുക്കങ്ങളും ടെൻഷനുകളും സാമ്പത്തിക ആശങ്കകളും പുറത്തേക്ക് പോകുന്നതായിട്ട് അറിയുക. ഒന്നുകൂടി ദീർഘശ്വാസം എടുക്കുക. 1 2 3 4 എന്ന് കൗണ്ട് ചെയ്തുകൊണ്ട് ശ്വാസം അകത്തോട്ടും പുറത്തോട്ടേക്കും വിട്ടുകൊണ്ടും എടുത്തുകൊണ്ടിരിക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ പാദങ്ങളിലേക്ക് കൊണ്ടുവരിക. പാദങ്ങൾ എല്ലാ പേശികളും പൂർണ്ണമായും റിലാക്സ് ആവുന്നത് അറിയുക. കാൽമുട്ടുകൾ, തുടകൾ, ബോഡി ഈസ് ഗെറ്റിംഗ് റിലാക്സ്ഡ്. ശരീരം പൂർണ്ണമായും റിലാക്സേഷനിലേക്ക് കടന്നിരിക്കുന്നു. ഫുള്ളി റിലാക്സ്ഡ് നൗ. ശ്വാസത്തിൽ നിങ്ങൾ ഫുള്ളി റിലാക്സ്ഡ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നാണയത്തിലേക്ക് കടക്കുകയാണ്. ആ നാണയത്തെ നിങ്ങൾ ഹൃദയവുമായി
ബന്ധിക്കുക. മനസ്സുകൊണ്ട് നാണയവും ഹൃദയവും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വയ്ക്കുന്ന നാണയത്തിൽ ചെറിയ ചൂട് അനുഭവിക്കാൻ തുടങ്ങുന്നു. ദൈവീകമായ ശക്തിയാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നാണയം പൂർണ്ണമായും എനർജൈസ് ആവുന്നത് അറിയുക. സമൃദ്ധിയുടെ ആ നാണയം നിറയുകയാണ്. അവിടെ പൂർണ്ണമായും എനർജി നിറയുകയാണ്. നാണയം ഒരു കാന്തമായി മാഗ്നറ്റായി മാറിയിരിക്കുന്നത് നിങ്ങൾക്കറിയാൻ സാധിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങളെയും, എല്ലാ സാമ്പത്തിക അവസരങ്ങളെയും, ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസിനെയും, എല്ലാ ഈസി ആയിട്ടുള്ള ഇൻകം സോഴ്സിനെയും നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു ശക്തമായ കാന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാന്തമായി അത് മാറുന്നത് നിങ്ങൾക്കറിയാൻ സാധിക്കുന്നു.
കൈകളിലൂടെ ആ നാണയത്തിൽ നിറയുകയും അത് നല്ലൊരു കാന്തമായി മാറുന്നത്, ധനത്തെ ആകർഷിക്കുന്ന ധനാകർഷണ കാന്തമായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ഈ നാണയത്തിൽ സ്വർണ്ണ നിറമുള്ള ഗോൾഡൻ കളറിലുള്ള ഊർജം വന്ന് നിറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ സങ്കല്പങ്ങളായ എല്ലാ സമൃദ്ധികളും സമ്പത്തും ആ നാണയത്തിന്റെ ചുറ്റുമായി സ്വർണ്ണവർണ്ണത്തിൽ നിറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കാം. ഈ നാണയത്തിൽ നിങ്ങളുടെ സമൃദ്ധി സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പണം നിങ്ങളിലേക്ക് വരുന്നതായി നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നു. പണം അനായാസേനയായി നിങ്ങളിലേക്ക് വന്നു നിറയാൻ ഈ കാന്തമായ കോയിനിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നു. ഇനി എപ്പോഴും ഓരോ തവണ നിങ്ങൾ ഈ നാണയത്തെ സ്പർശിക്കുമ്പോഴും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് സമൃദ്ധിയുടെ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യപ്പെടും. ഈ നാണയം എന്നെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നു. സമൃദ്ധിയുടെ ഊർജം ഈ നാണയത്തിൽ ശാശ്വതമായി മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു.
എനർജൈസ് ചെയ്യപ്പെട്ട കോയിൻ നിങ്ങളുടെ നെറ്റിൻ മുകളിലേക്ക് വെക്കുകയാണ്. എല്ലാവരും കയ്യിലിരിക്കുന്ന കോയിൻ നെറ്റിൻ്റെ മുകളിൽ വെക്കുക. അവിടെ തന്നെ പതിപ്പിച്ച് വെച്ചോളൂ. കൈകൾ വേണമെങ്കിൽ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. ഇപ്പോൾ പൂർണ്ണമായ ശ്രദ്ധ നിങ്ങളുടെ ആവശ്യങ്ങളിലേക്കായിരിക്കട്ടെ. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കേണ്ട സമ്പത്തിനെ പറ്റിയിട്ട് മാത്രം ശ്രദ്ധിക്കുക. അത് ലഭിക്കാനുള്ള ഊർജം നിങ്ങൾക്ക് ഈ കോയിനിലൂടെ ലഭിക്കുന്നതായി കാണുക. കോയിൻ ഇങ്ങനെ ചെറുതായി വൈബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. മാത്രം ശ്രദ്ധിച്ച് കോയിനിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. സമ്പത്ത് എന്നിൽ നിന്നും നിറഞ്ഞിരിക്കുന്നു. പൂർണ്ണ സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടിയും സമ്പത്തിനെ ആകർഷിക്കുന്ന കാന്തമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാജിക്കൽ കോയിൻ എന്റെ ജീവിതത്തിലേക്ക് സമ്പത്ത് ആയാസേനയായി കൊണ്ടുവരുന്നു.
മണി കംസ് ടു മീ എഫേർട്ട്ലെസ്ലി. മണി അനായാസമായി എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മണിയെപ്പറ്റി നല്ല ചിന്തകളും I have only good thoughts about money. It's easy to come and easy to stay with me. സമ്പത്ത് സ്വീകരിക്കാനും അത് എന്നിൽ നിലനിർത്താനും ഞാൻ പൂർണ്ണമായി സജ്ജമായിരിക്കുന്നു. ഈ മാജിക്കൽ കോയിൻ എൻ്റെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം ഏത് സമയത്തും എൻ്റെ കയ്യിലേക്ക് ആവശ്യത്തിനുള്ള പണം വന്നുകൊണ്ടേയിരിക്കും. അതിൽ ഞാൻ പൂർണ്ണമായും എനർജൈസായി ചെയ്യപ്പെട്ടിരിക്കുന്നു. എൻ്റെ ശരീരവും ഈ കോയിനും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ചിന്തകളുടെ ഊർജം, my thoughts energies creating to this manifestation. I am so wealthy. ആ സമ്പന്നതയുടെ ഊർജം നിങ്ങളുടെ ശരീരവും കോയിൻ തമ്മിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ്. The wealth mindset is connecting toward with the coin. പൂർണ്ണമായി എനർജൈസ് ചെയ്യപ്പെട്ട ആ സ്റ്റോണിൽ കോയിനിൽ നിന്നും ഒരു സ്വർണ്ണ പ്രകാശം നിങ്ങളുടെ തലയ്ക്ക് ചുറ്റുമായി പ്രസരിക്കുന്നത് അറിയുക. ഒരു സ്വർണ്ണ പ്രകാശം നിങ്ങളുടെ തലയുടെ ചുറ്റുമായി പ്രകാശിക്കുന്നത് കാണാൻ സാധിക്കുന്നു. പുല്ലാങ്കുഴലിന്റെ സംഗീതം പോലെ ഒരു സ്വർണ്ണ പ്രകാശം നിങ്ങളുടെ തലയ്ക്ക് ചുറ്റും ഈ കോയിനിൽ നിന്നും ഉത്ഭവിച്ച് തലയ്ക്ക് ചുറ്റും കറങ്ങുന്നത് കാണുക. സമ്പന്നതയുടെ, സംതൃപ്തിയുടെ, പണത്തിന്റെ ഒരു സർക്കിൾ, ഒരു സ്വർണ്ണ വലയം അവിടെ രൂപപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു.
പൂർണ്ണമായി നിങ്ങൾ എനർജൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വർണ്ണപ്രകാശം നിങ്ങളുടെ ശരീരത്തിൽ നിറഞ്ഞതായി അനുഭവിക്കുക. പൂർണ്ണ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി തിരിച്ചു വരികയാണ്. പതുക്കെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ബോഡി. കോയിൻ അവിടെ തന്നെ ഇരിക്കട്ടെ. കോയിൻ അവിടെ തന്നെ ഇരിക്കട്ടെ. ശരീരത്തിലേക്ക് മുഴുവൻ എനർജി കടത്തുക. കാലുകൾ, കൈകൾ, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം ഒരു എനർജി നടക്കട്ടെ. യു ആർ റെഡി ടു കം ബാക്ക്. പൂർണ്ണ സന്തോഷത്തോടുകൂടി, പൂർണ്ണ സംതൃപ്തിയോടുകൂടി, സമൃദ്ധിയുടെ ആളായി എപ്പോഴൊക്കെ എനിക്ക് ആവശ്യത്തിന് പണം വേണ്ടി വരുന്നുവോ അപ്പോഴെല്ലാം എൻ്റെ കയ്യിലുള്ള ഈ കോയിൻ, മാജിക് കോയിൻ കൂടെ അതെല്ലാം സാധ്യമാകും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഇതെന്നും കയ്യിൽ കരുതുക. എപ്പോഴാണോ നിങ്ങൾക്ക് പണത്തിന്റെ ആവശ്യം വരുന്നത് ആ സമയത്തൊക്കെ ഈ കോയിനെ കയ്യിലെടുക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക, അനായാസേനയായി എന്നിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ പണം എനിക്ക് ആവശ്യത്തിന് വേണ്ടുന്ന സമയത്ത് വേണ്ട രീതിയിൽ വേണ്ട സ്ഥലത്ത് ലഭിക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തിൽ നിൽക്കുക. അത് മാത്രം ഇതിനോട് പറയാവൂ. എനിക്ക് തരാമോ, എനിക്ക് ലഭിക്കാമോ, കിട്ടിയാൽ കൊള്ളാമോ, അങ്ങനെയൊന്നുമല്ല. എനിക്ക് എപ്പോഴാണോ പണത്തിന് ആവശ്യമുള്ളത് അപ്പോഴെല്ലാം പണം എന്നിലേക്ക് വന്നു ചേരാനുള്ള മാജിക്കലായിട്ടുള്ള ഒരു കോയിൻ നിങ്ങളുടെ കയ്യിൽ സംജാതം കിട്ടിയിരിക്കുന്നു. അത് കൃത്യമായി ഉപയോഗിക്കുക. പരാതികൾ, പരിഭവങ്ങളൊന്നുമല്ലാതെ വേണ്ടത് എന്താണോ അത് മാത്രം ഈ കോയിനോട് പറയുക. എല്ലാവരും കണ്ണുകൾ തുറക്കാം. കം ബാക്ക്. കോയിൻ അവിടെ തന്നെ ഇരിക്കട്ടെ. കണ്ണുകൾ തുറക്കാം. കോയിൻ എടുക്കേണ്ടവർക്ക് എടുക്കാം, ഇല്ലാത്തവർക്ക് അവിടെ നിൽക്കുന്നവർക്ക് നിർത്താം. കണ്ണുകൾ തുറക്കാം. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ബോഡി. എത്ര പേരുടെ കോയിൻ അവിടെ നിൽക്കട്ടെ നോക്കട്ടെ. കണ്ണുകൾ തുറന്ന് അവിടെ തന്നെ എത്ര പേര് നെറ്റിയിൽ തന്നെ നെറ്റിയൊക്കെ ശരിയാക്കിക്കോ. സ്ട്രെയിറ്റ് ആക്കി നിർത്തൂ. വീഴില്ല. ആരും പേടിക്കണ്ട, വീഴില്ല. നേരെ ഇരിക്കൂ. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കൂ. ഓപ്പൺ യുവർ ഐസ്. യെസ്, യെസ്, ഓപ്പൺ യുവർ ഐസ്. ഓക്കെ, മെഡിറ്റേഷൻ ക്ലോസ് ചെയ്യാണ്. ഇപ്പോൾ സമൃദ്ധിയുടെ മാജിക്കിന്റെ ഒരു സംഭവം നിങ്ങളുടെ നെറ്റിയിലിരിക്കുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായി അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അതായത് എപ്പോഴാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ധനം അതെവിടെയുണ്ട്, നിങ്ങളുടെ നെറ്റിயின் മുകളിൽ തന്നെ ഇരിപ്പുണ്ട്. വേറെ എവിടെയും അന്വേഷിച്ച് നടക്കരുത്. അവിടത്തേക്ക് മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ തേർഡ് ഐയിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സമൃദ്ധി അവിടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇത്രയും കാലം നിങ്ങൾ തേടി നടന്നത് മറ്റവരുടെ പേഴ്സിലേക്കും അല്ലെങ്കിൽ ബാങ്കിലെ ലോണിലേക്കുമാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾ തേടി നടക്കേണ്ടത് നിങ്ങളുടെ മൂന്നാം ഇന്ദ്രിയത്തിലേക്കാണ്. നിങ്ങൾക്ക് എപ്പോഴാണോ പണം ആവശ്യമുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ണടച്ച് ഈ കോയിൻ ഇവിടെ വെച്ച് അങ്ങനെ ഇരിക്കുക. കൃത്യമായി നിങ്ങളിലേക്ക് അത് ലഭിക്കും. ഇത് റിയലായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്, വരാൻ പോകുന്ന കാര്യമാണ്. താങ്ക് യു ആൾ. താങ്ക് യു. കണ്ണുകൾ തുറക്കാം. എത്ര പേർക്ക് അനുഭവം പറയാം? കോയിൻ എന്തുകൊണ്ട് വീണില്ല എന്നും കൂടി പറയാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ മാത്രം അൺമ്യൂട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.